ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നിങ്ങളാണ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളുടെ വളർത്തുന്നതും തളർത്തുന്നതും. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിൽക്കുന്ന അനേകം ആൾക്കാരുടെ ഒരു ജീവിതമാർഗം കൂടിയാണ് ഈ സംഘടനയിലൂടെ നടക്കുന്നത്. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അപ്പോ സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി, റെറ, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. ആ റെറയില് കമ്മീഷൻ ഏജന്റുമാരെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മീഷൻ ഏജന്റുമാരായിട്ട് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന നമ്മുടെ പോലെയുള്ള കൺസൾട്ടന്റുമാരുടെ കയ്യിൽ നിന്ന് 25,000 രൂപ വീതം സർക്കാർ കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു ലൈസൻസ് എന്നുള്ള രീതിയിലാണ് ഈ 25,000 രൂപ സർക്കാർ കളക്ട് ചെയ്തിട്ട് ഒരു കാര്യം, ഒരു ID കാർഡ്, 100 രൂപ വിലയുള്ള ഒരു ID കാർഡ് കൊടുക്കുന്നതല്ലാതെ ഒരു കാര്യവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെ. റെറയുടെ നിയമത്തില് വിൽക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും തമ്മിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിഷമതകളും പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങളല്ലാതെ ഇത് ചെയ്യുമ്പോൾ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിയമമോ ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കമ്മീഷന്റെ കാര്യത്തിലോ ഒരു തീരുമാനങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് 25,000 രൂപ വാങ്ങിച്ച് സർക്കാർ ഒരു ലൈസൻസ് കൊടുക്കുമ്പോൾ ആ ലൈസൻസ് ഉള്ള വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ ആ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എത്ര ശതമാനമാണ് അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇതിലൊന്നും സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കമ്മീഷൻ എന്താണെന്നുള്ളത് ഇന്ന് വരെ നമ്മൾ നിശ്ചയിച്ച്, നമ്മൾ തീരുമാനിച്ച് കാലാകാലങ്ങളായി നടന്നു വരുന്ന രീതി അനുസരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിൽക്കുന്ന ആള് 3%, വാങ്ങുന്ന ആള് 1% കമ്മീഷനാണ് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിയമമായിട്ട് അംഗീകരിച്ച് സർക്കാർ അത് അംഗീകരിച്ച് തരണമെന്ന് പറഞ്ഞ് തന്നെ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ട് ഒരുപാട് നാളായി. പക്ഷെ ഇന്ന് വരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോ ഈ സംഘടനയെ പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ യാതൊരുവിധ നിയമങ്ങളോ ഇന്ന് വരെ മാറി മാറി വരുന്ന ഒരു സർക്കാരുകളും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. കാരണം ഞങ്ങളുടെ വയറ്റിപ്പാടിന്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ തൊഴിലിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു വിഷയത്തെ ഊന്നി കാണിച്ചുകൊണ്ട് ഞങ്ങള് സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിനുള്ള മുന്നോടിയായിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു വലിയ ഒരു ജനവിഭാഗത്തിന്റെ ഒരു വിഷയമായിട്ട് നിങ്ങളത് ഏറ്റെടുക്കണം, കൃത്യമായിട്ട് കാണണം. മാത്രമല്ല, ഞങ്ങൾ പ്രധാനമായിട്ടും പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ ഈ സർക്കാർ നിലനിൽക്കുന്നതിന്റെ തന്നെ ഏറ്റവും വലിയൊരു വരുമാന മാർഗം രജിസ്ട്രേഷൻ ഓഫീസുകളിൽ നിന്ന് നമ്മളെ പോലെയുള്ള ആൾക്കാർ ചെയ്യുന്ന കച്ചവടം വഴി കിട്ടുന്ന രജിസ്ട്രേഷൻ വരുമാനമാണ്. നമ്മളൊരു സബ് രജിസ്റ്റർ ഓഫീസിൽ പോയുള്ള അവസ്ഥ എന്താണ്? നമ്മളൊരു പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നതിന് അവിടെ സബ് രജിസ്ട്രാർ ഓഫീസിലെ സബ് രജിസ്ട്രാർ മുതൽ പിയൂണ് വരെയുള്ള ആൾക്കാർക്ക് നമ്മൾ കൈക്കൂലി കൊടുക്കണം. നമ്മളൊരു വസ്തു വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയാൽ സബ് രജിസ്ട്രാർ ഓഫീസിലെ പിയൂണ് മുതൽ സബ് രജിസ്ട്രാർക്ക് വരെ കൈക്കൂലി കൊടുത്തിട്ടാണ് നമ്മൾ ഗവൺമെന്റിന് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ട അവസ്ഥ. ഇത് മാറണം. ഈ സബ് രജിസ്ട്രാർ ഓഫീസുകളിലുള്ള കൈക്കൂലി എന്ന് പറയുന്ന ഒരു കാര്യം അവസാനിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മീഡിയേറ്റർമാരായിട്ട്, മധ്യവർത്തികളായിട്ട് പ്രവർത്തിക്കുന്നത് ആധാർ എഴുത്തുകാരാണ്. ആ ആധാർ എഴുത്തുകാരാണ് ഈ ആൾക്കാരിൽ നിന്ന് കൈക്കൂലി മേടിച്ച് നേരെ സബ് രജിസ്ട്രാർക്ക് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് ഓരോ വസ്തുവിനെ സംബന്ധിച്ചും ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഫെയർ വാല്യൂയുടെ അപാകതയിലേക്ക് പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഫെയർ വാല്യൂ നിശ്ചയിച്ചിരിക്കുന്നത് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ, യാതൊരു അറിവോ കഴിവോ ഇല്ലാതെ സർക്കാർ ഓഫീസുകളിലെ ഓരോ കൊച്ചു കൊച്ചു മുറിക്കകത്തിരുന്നിട്ടാണ് ഫെയർ വാല്യൂ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തെ കുറിച്ച്. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോ സ്ഥലത്തിന്റെ വിലയെ കുറിച്ച് എന്തറിയാം? ഇന്ന് നടവഴിയുള്ള വഴിക്കും വസ്തുവിനും മെയിൻ റോഡിൽ കിടക്കുന്ന വസ്തുവിനും ഒരേ വിലയാണ്. വഞ്ചൂരില്, മണക്കാടും അതുപോലെ തന്നെയാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും, ഇടുക്കി പീരുമേട്ടിലൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥലത്തിന്റെ വിലയെക്കാളും കൂടുതലാണ് ഫെയർ വാല്യൂ വെച്ചിരിക്കുന്നത്. അപ്പൊ ഫെയർ വാല്യൂവിൽ അപാകത പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് ചെയ്തിട്ടില്ല. കാരണം ഇതിനകത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന, വസ്തുവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൂടെ ചോദിച്ചുകൊണ്ട് വേണം സത്യത്തിൽ സർക്കാർ ഇത് ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തിട്ടില്ല. അതിന്റെ അപാകത അവിടെ നിൽക്കട്ടെ. ഈ സബ് രജിസ്റ്റർ ഓഫീസുകളിൽ ഈ കൈക്കൂലി വാങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ കൈക്കൂലി ഇപ്പം വാങ്ങേണ്ടി വരുന്നത്, കാരണം ഗവൺമെന്റ് അതിനെ കുറച്ച് സുതാര്യമായിട്ട് കൊണ്ടുവരാൻ നോക്കി. ആ സുതാര്യമായിട്ട് കൊണ്ടുവരാൻ നോക്കിയപ്പോഴത്തേക്ക് പോലും ഈ കൈക്കൂലിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫെയർ വാല്യൂ കുറവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അണ്ടർ വാല്യുവേഷൻ വരും,
അതുകൊണ്ട് നിങ്ങൾ കൈക്കൂലി തന്നാൽ അണ്ടർ വാല്യൂഷൻ വരില്ല എന്നുള്ള രീതിയിലാണ് നിലപാട്. അപ്പൊ ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഒരു സർക്കാർ ഒരു ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്താണ് അണ്ടർ വാല്യൂഷൻ? സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക വച്ചാൽ മാത്രമേ സബ് രജിസ്റ്റർ ഓഫീസിൽ പ്രമാണം പതിയുള്ളൂ. പിന്നെ ഈ അണ്ടർ വാല്യൂഷൻ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ട കാര്യം ഇല്ലെങ്കിൽ അണ്ടർ വാല്യൂഷൻ വരുത്തേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പൊ അത് നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഈ രജിസ്ട്രേഷൻ ഓഫീസുകളിലെ കൈക്കൂലി അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ കമ്മീഷൻ തുക. നമ്മൾ സർക്കാർ നിശ്ചയിച്ചോട്ടെ. നിങ്ങൾ എത്രയാണോ സർക്കാർ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി വെച്ചിട്ട് നമ്മുടെ തൊഴിലിനെ വിലയിരുത്തിക്കൊണ്ട് അവരെ നിശ്ചയിച്ച് പറഞ്ഞോട്ടെ. ഇപ്പൊ ഞങ്ങൾ 3% വിൽക്കുന്ന പാർട്ടിയും 1% വാങ്ങുന്ന ആളുമാണ് നമ്മുടെ കമ്മീഷൻ